ഞാനിങ്ങനെ വൻപയർ കൊണ്ട് ഒരു തോരനാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു തോരനാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു 1/2 കപ്പ് വെള്ളപ്പയർ അല്ലെങ്കിൽ വൻപയറാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരു കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ ഞാനൊരു 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്ത പയറാണ്. പയറൊക്കെ എപ്പോഴും ഒന്ന് കുതിർത്തിയെടുത്തിട്ട് വേവിക്കുകയാണ് നല്ലത്. ഞാൻ ഇതുപോലെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പയർ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പയറിന്റെ മുകളിൽ നിൽക്കത്തക്കാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്കർ അടച്ചു വെച്ച ശേഷം നമുക്കിത് ഒരു വിസിൽ വന്നാൽ മതി. അപ്പോഴത്തേക്കും ഇത് നന്നായിട്ട് വെന്തു വരും. ഒരു വിസിൽ വന്നു. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ ആവിയെല്ലാം പോകുന്നതിന് മാറ്റി വെക്കാം. ഇപ്പൊ ഇതിന്റെ ആവിയെല്ലാം പോയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. ഇതിപ്പോൾ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഒരു ഇത്തിരി വെള്ളമുണ്ട്, അത് വേണം. ഇനി നമുക്കിത് തോരനാക്കിയിട്ട് എടുക്കാം. ഇനി ഈ പയറിലേക്ക് നമ്മൾ ഇതുപോലെ ഒരു പിടി തേങ്ങ ചെരുകി എടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 5-6 ചുവന്നുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ പയറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിന്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ആ പയറിലൊരു കുറച്ച് വെള്ളം ഉണ്ടല്ലോ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട്, ഇപ്പൊ ഇത്ര നേരം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കിട്ടിയിരിക്കുകയായിരുന്നു. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്നും കൂടി ഈ അരപ്പൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇതിൽ ആവി വന്നു കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇത് കുക്കറിൽ നിന്ന് അല്ലാതെ നമുക്ക് വേറെ ഒരു ചെറിയ ചീഞ്ചട്ടിയിലേക്കോ ചെറിയ ഉരുളിയിലേക്കോ എവിടേക്കെങ്കിലും മാറ്റണമെങ്കിൽ മാറ്റാം. ഇത് എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്തേ ഉള്ളൂ. കാരണം നമ്മൾ ഇതിൽ കടുക് വറക്കുന്നൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ തന്നെ ഇങ്ങനെ വെച്ചത്. ഇപ്പൊ ഇതിൽ ആവിയൊക്കെ വന്നു തുടങ്ങി. അപ്പൊ ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. അപ്പൊ എന്നിട്ട് മൂടി വെച്ചിട്ട് ഈ അരപ്പിനും കൂടി ഒന്ന് വേവാനുള്ള ഒരു സമയം കൊടുക്കാം. ഇപ്പൊ നമ്മൾ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് സമയമൊക്കെ ആയി. നമ്മൾ ഫുള്ള് മൂടി വെക്കരുത്, ഒരു പകുതി മൂടി വെക്കാവുള്ളൂ. ഇങ്ങനെ ആവി പോകണം. ഇപ്പൊ ഇതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു വെക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പൊ ഇത് വെള്ളമെല്ലാം വറ്റിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ പയർ തോര റെഡിയായി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ കടുക് കാച്ചോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നല്ല ടേസ്റ്റാണ് ഈ ഒരു തോരൻ കഴിക്കാനായിട്ട്. കഞ്ഞിയുടെ കൂടെ കഴിക്കാനാണ് കൂടുതൽ നല്ലത്. വൻപയർ തോരൻ റെഡിയായി. ഞാൻ ഇതുപോലൊരു സെർവിംഗ് ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. നിങ്ങൾ ഈ വൻപയർ ഇങ്ങനെ തോരൻ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളൊക്കെ അറിയിക്കുക. എന്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഓർക്കണേ. അപ്പം ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്